Dear students, today we are going to discuss the isotope effect in rotational spectra. Isotope, it is the molecule which is identical in all aspects but with a different atomic masses. ഇപ്പോൾ അറ്റോമിക് മാസസ് എന്തായിരിക്കും ഒരു മോളിക്യൂൾ ഇപ്പോൾ കാർബൺ 12 ഈസ് ദർ, കാർബൺ 13 ഈസ് ദർ. കാർബൺ 12ൻ്റെയും കാർബൺ 13ൻ്റെയും മാസ് ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. ആ ടൈപ്പ് വരുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ കാർബൺ മോണോക്സൈഡിൽ കാർബണിനെ നമ്മൾ ഐസോട്ടോപ്പായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കാർബൺ 12 ഓർ 16 ഈസ് ദർ ആൻഡ് കാർബൺ 13 ഓർ 16 ഈസ് ദർ. ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിൽ അതിൻ്റെ ഐസോട്ടോപ്പായിട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ബോണ്ട് ലെങ്ത്ത് ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതാണ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, when a molecule is substituted, when an atom is substituted by its isotope, there will not be any change in the bond length of the corresponding molecule. പക്ഷേ the mass of the nucleus that will change. അപ്പം when the mass changes, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ടോട്ടൽ മോളിക്യൂളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് I is equal to mu r² ആണ്. സോ അതിൽ 6 ചേഞ്ച് വരുന്നില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു. മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റെഡ്യൂസ്ഡ് മാസ് ആണ്. റെഡ്യൂസ്ഡ് മാസ് ഈസ് M1 M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2ൽ M1 മാസ് ചേഞ്ച് ആയിട്ടുണ്ട്. സോ മ്യൂ വിൽ ബി ചേഞ്ച്. മ്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രം സ്റ്റഡി ചെയ്യുമ്പോൾ അതിനായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു ഫാക്ടറാണ് ബി എന്ന് പറയുന്നത്. ബി ഈസ് ഈക്വൽ ടു H ഡിവൈഡഡ് ബൈ 8π² IC ആണ്. സോ മ്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ചേഞ്ച്, കറസ്പോണ്ടിങ് ഐ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബി ചേഞ്ചസ്. സോ ഒരു മോളിക്യൂളിനും അതിൻ്റെ ഐസോട്ടോപ്പിനും ഡിഫറെൻറ്റ് ബി വാല്യൂസ് ആയിരിക്കും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. ആൻഡ് ദ വാല്യൂ ഓഫ് ബി നമുക്ക് പറയാൻ പറ്റും ബി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/I ആണ്. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി മോളിക്യൂൾ. അപ്പോൾ ഈ ഒരു മോളിക്യൂളിൻ്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ഒരു മോളിക്യൂളിനെ നമ്മൾ അതിൻ്റെ ഐസോട്ടോപ്പായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സ്പെക്ട്രം സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് മോളിക്യൂൾസിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഓഫ് എപ്സിലോൺ ജെ, ഒരു ട്രാൻസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഒരു ജെ ഈക്വൽ ടു J+1 ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ എനർജി വാല്യൂ അല്ലെങ്കിൽ എനർജി ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലെ വാല്യൂ ആണ് 2B × J+1 എന്ന് വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മോളിക്യൂളിൻ്റെ കേസിൽ വരുന്ന എപ്സിലോൺ ജെൻ്റെ വാല്യൂ. എപ്സിലോൺ ജെ ഇറ്റ് ഈസ് ദ എനർജി ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സ്പെക്ട്രൽ ലൈൻ്റെ ഫ്രീക്വൻസി ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വാല്യൂ ആണ് നമുക്ക് ഈ എപ്സിലോൺ ജെ എന്നുള്ളത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ബി വാല്യൂ കിട്ടുന്നത് 8π² H ഡിവൈഡഡ് ബൈ 8π² IC ആണ്. സെക്കൻഡ് മോളിക്യൂളിനും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കേസിലും നമുക്ക് സെക്കൻഡ് മോളിക്യൂളിനെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റൊട്ടേഷണൽ സ്പെക്ട്രം സ്റ്റഡി ചെയ്യാൻ പറ്റും. സെക്കൻഡ് മോളിക്യൂൾസിൻ്റെ കേസിൽ അതിൻ്റെ എപ്സിലോൺ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. സോ ദാറ്റ് വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് എപ്സിലോൺ ജെ ഡാഷ് ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 2 × J+1 × B ഡാഷ് ആയിരിക്കും. ബി ഈസ് ഡിഫറൻറ്റ്. സോ വേർ ബി ഈസ് ഈക്വൽ ടു H ഡിവൈഡഡ് ബൈ 8π² I ഡാഷ് × C ആണ്. അപ്പോൾ നമുക്ക് രണ്ട് കേസിലും ഇപ്പോൾ മോളിക്യൂളിൽ സപ്പോസ് വി ഹാവ് എ പെർട്ടിക്കുലർ സാമ്പിൾ വിച്ച് കണ്ടെയ്ൻസ് ആ മോളിക്യൂളുണ്ട്, അതിൻ്റെ ഐസോട്ടോപ്പ് ഉണ്ടെങ്കിൽ മോളിക്യൂൾസിനെ വെച്ചിട്ട് നമുക്ക് കുറേ സ്പെക്ട്രൽ ലൈൻ കിട്ടും. അതുപോലെ അതിൻ്റെ ഐസോട്ടോപ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, കുറേ സ്പെക്ട്രൽ ലൈൻസ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു സ്പെക്ട്രൽ ലൈനിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരേ സബ്സ്റ്റൻസ് സാമ്പിൾ രണ്ടും കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ സ്പെക്ട്രൽ ലൈൻ്റെ ഒരു കോമ്പിനേഷൻ ഇങ്ങനെയായിരിക്കും. ഒരു സ്പെക്ട്രൽ ലൈൻ ഉണ്ടായിരിക്കും, അതിൻ്റെ അടുത്ത് തന്നെ വേറെ സ്പെക്ട്രൽ ലൈന് അങ്ങനെ കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് ഒന്ന് ഒരു മോളിക്യൂളിനായിരിക്കും, സെക്കൻഡ് വൺ അതിൻ്റെ ഐസോട്ടോപ്പിനായിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാമ്പിൾ, ഇങ്ങനത്തെ ഒരു സ്പെക്ട്ര ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ സ്പെക്ട്രത്തിൽ അതിൻ്റെ ഷിഫ്റ്റ്, അല്ലെങ്കിൽ സപ്പോസ് നമുക്ക് രണ്ട് സാമ്പിൾ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സാമ്പിളിൽ കുറേ സ്പെക്ട്രൽ ലൈൻസ് കിട്ടും, സെക്കൻഡ് സാമ്പിളിലും കുറച്ച് സ്പെക്ട്രൽ ലൈൻസ് കിട്ടും. ഫസ്റ്റ് സാമ്പിളിൽ കിട്ടിയ സ്പെക്ട്രൽ ലൈൻസിൻ്റെ പൊസിഷനിൽ ഡിഫറൻ്റ് ആയിരിക്കും സെക്കൻഡ് സാമ്പിളിൽ നിന്ന് കിട്ടിയ സ്പെക്ട്രൽ ലൈൻസിൻ്റെ പൊസിഷൻ. അപ്പോൾ ആ ഷിഫ്റ്റ് ഇൻ വേവ് നമ്പറാണ് നമ്മൾ ആ രണ്ടും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്തൊരു ഫിഗറാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റ് ഇൻ വേവ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എപ്സിലോൺ ജെ മൈനസ് എപ്സിലോൺ ജെ പ്രൈം ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ 2 × J+1 രണ്ടിലും കോമൺ ആണ്, നമുക്ക് B മൈനസ് B ഡാഷ് എന്ന് എഴുതാൻ പറ്റും. സോ എപ്സിലോൺ ജെ മൈനസ് എപ്സിലോൺ ജെ പ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 × J+1 സപ്പോസ് നമ്മൾ B ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ടേമിൽ നിന്ന്
ബി ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 1 മൈനസ് ഫസ്റ്റ് ടേമിൽ നിന്ന് ബി ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 വരും. സെക്കൻഡ് ടേമിൽ നിന്ന് ബി ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബി ഡാഷ് ഡിവൈഡഡ് ബൈ ബി എന്ന് വരും. ഇനി സപ്പോസ് നമ്മൾ ബി ഡാഷ് ഡിവൈഡഡ് ബൈ ബി എന്നുള്ള ക്വാണ്ടിറ്റി കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബി ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് ഡിവൈഡഡ് ബൈ 8π² ഐ സി ആണ്, ഡിവൈഡഡ് ബൈ എച്ച് ഡിവൈഡഡ് ബൈ 8π² ഐ ഡാഷ് സി ആണെങ്കിൽ സി 8π² എച്ച് എല്ലാം കോൺസ്റ്റൻസ് ആണ്, ക്യാൻസൽ ചെയ്യും. സോ അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഐ ബൈ ഐ ഡാഷ് എന്നുള്ള റേഷ്യോ നമുക്ക് കിട്ടും. സോ ആക്ച്വലി ഐ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയറും ഐ ഡാഷ് മ്യൂ ഡാഷ് ആർ സ്ക്വയർ ആണെങ്കിൽ ആറ് കോൺസ്റ്റൻ്റ് ആണ് ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷനെ കൊണ്ട്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ബോണ്ട് ലെങ്ത്. സോ ബി ഡാഷ് ഡിവൈഡഡ് ബൈ ബി വിൽ ബി ഈക്വൽ ടു മ്യൂ ഡിവൈഡഡ് ബൈ മ്യൂ ഡാഷ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. മ്യൂ ഡിവൈഡഡ് ബൈ മ്യൂ ഡാഷ്. സോ എപ്സിലോൺ ജെ മൈനസ് എപ്സിലോൺ ജെ ഡാഷ് ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 2 ഇൻറ്റു ജെ പ്ലസ് 1 ഇൻറ്റു ബി ഇൻറ്റു 1 മൈനസ് ബി ഡാഷ് ഡിവൈഡ് ബൈ ബിക്ക് നമ്മൾ മ്യൂ ബൈ മ്യൂ ഡാഷ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ചില കേസിൽ ഇതിൻ്റെ വാല്യൂ ഈ മ്യൂ ബൈ മ്യൂ ഡാഷിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എപ്സിലോൺ ജെ മൈനസ് എപ്സിലോൺ ജെ പ്രൈം അത് ചിലപ്പോൾ ചില കേസിൽ അത് പോസിറ്റീവ് ആയിരിക്കും, ചില കേസിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അതായത് എപ്സിലോൺ ജെ നമ്മൾ ഫസ്റ്റ് കേസ് എടുത്തിട്ടുള്ള സാമ്പിളിൻ്റെ ലൈൻസ് അപ്പുറത്താണോ ഇപ്പുറത്താണോ വരേണ്ടതെന്ന്, അതായത് ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ എപ്സിലോൺ ജെന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈന് ഈ സൈഡിലും എപ്സിലോൺ ജെ പ്രൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈന് ഡോട്ടഡ് ലൈൻസുമായിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൽ എപ്സിലോൺ ജെന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസ് കൂടുതലും എപ്സിലോൺ ജെ പ്രൈമിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസ് അതിൻ്റെ ജസ്റ്റ് പുറകിലുമാണ് വന്നിട്ടുള്ളത്. അതായത് ഇവിടെ ഈ കേസ് കാണിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഷിഫ്റ്റ് എപ്സിലോൺ ജെ മൈനസ് എപ്സിലോൺ ജെ പ്രൈം എന്നുള്ള ഷിഫ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഇനി എപ്പോഴാണ് അത് പോസിറ്റീവ് നെഗറ്റീവ് ആവുമെന്ന് നോക്കാം. നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആണ്. ഇനി 1 മൈനസ് മ്യൂ ബൈ മ്യൂ ഡാഷ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഫൈനലി അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റേഷ്യോ മ്യൂ ബൈ മ്യൂ ഡാഷ് എന്നുള്ള റേഷ്യോ, അതായത് സപ്പോസ് മ്യൂ ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ മ്യൂ എന്ന് എടുത്തു കഴിഞ്ഞാൽ മ്യൂ ബൈ മ്യൂ ഡാഷ് എന്നുള്ള ക്വാണ്ടിറ്റി എപ്പോഴും ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1 ആയിരിക്കും. ഇപ്പോൾ ഈ ക്വാണ്ടിറ്റി ലെസ് ദാൻ 1 എഴുതി കഴിഞ്ഞാൽ 1 മൈനസ് ക്വാണ്ടിറ്റി ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ ഈ ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആ കേസിൽ നമുക്ക് പറയാൻ പറ്റും എപ്സിലോൺ ജെ മൈനസ് എപ്സിലോൺ ജെ പ്രൈം ഇറ്റ് ഈസ് പോസിറ്റീവ് അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് മ്യൂ ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ മ്യൂ ആണ്. അപ്പോൾ ആ ഒരു ഫിഗറാണ് നമ്മളിവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. ഇനി സപ്പോസ് തിരിച്ചാണ് കേസെങ്കിൽ, അതായത് സപ്പോസ് മ്യൂ ഈസ് ഗ്രേറ്റർ ദാൻ മ്യൂ ഡാഷ്, മ്യൂ ഈസ് ഗ്രേറ്റർ ദാൻ മ്യൂ ഡാഷ് ആണെങ്കിൽ നമുക്ക് പറയാം ഈ മ്യൂ ബൈ മ്യൂ ഡാഷ് എപ്പോഴും ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ 1 മൈനസ് എ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ ഈ ക്വാണ്ടിറ്റി എന്തായിട്ട് മാറും, ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് മാറും. നെഗറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്പെക്ട്രൽ ലൈനും 2b ഇവിടെയാണ് വന്നതെങ്കിൽ നമ്മളുടെ ഈ ഫിഗറിൽ കാണുന്ന 2b ഡാഷ് അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഡോട്ടഡ് ലൈൻസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്കിതിന് ഈ ഒരു ഐസോട്ടോപ്പിക് ഷിഫ്റ്റിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് അല്ലെങ്കിൽ ഐസോട്ടോപ്പിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ ഐസോട്ടോപ്പിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്, സ്പെക്ട്രൽ ലൈൻസിലെ റൊട്ടേഷണൽ സ്പെക്ട്രത്തിലെ ഐസോട്ടോപ്പ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐസോട്ടോപ്പ് ഷിഫ്റ്റ് നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് സ്പെക്ട്രൽ ലൈൻ ഒരേ ടൈമിൽ ഈ ഒരു ഡിഫറൻസ് 2b മൈനസ് 2b ഡാഷ് എന്ന് പറയുന്ന ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ 2b മൈനസ് 2b ഡാഷ് എന്ന് പറയുന്ന ഈ ഡിഫറൻസ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ മോളിക്യൂൾസിനെ സംബന്ധിച്ച് അതിൻ്റെ അറ്റോമിക് വെയിറ്റ് അതുപോലെ അതിൻ്റെ കറക്റ്റായിട്ട് ഈ ഐസോട്ടോപ്സിൻ്റെ എത്രത്തോളം ഐസോട്ടോപ്സ് ഉണ്ടെന്ന് നമുക്ക് സപ്പോസ് ഒരു സാമ്പിളിൽ ഒന്നിലധികം ഐസോട്ടോപ്സ് ഉണ്ടെങ്കിൽ ഓരോ ലൈനും ഇതുപോലെ നിയർ ബൈ ആയിട്ട് ഒരുപാട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആക്ച്വലി സ്പ്ലിറ്റിംഗ് അല്ല, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലൈൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പം ഒരു സാമ്പിളിനകത്തുള്ള ഐസോട്ടോപ്സിൻ്റെ നമ്പർ, അതുപോലെ സാമ്പിളിനകത്തുള്ള ഐസോട്ടോപ്സിൻ്റെ അറ്റോമിക് വെയിറ്റ്, ഇതുപോലെ ഈ പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസോട്ടോപ്പ് ഷിഫ്റ്റ് റൊട്ടേഷണൽ സ്പെക്ട്രത്തിലെ ഐസോട്ടോപ്പ് ഷിഫ്റ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻറ്റൻസിറ്റി ഓഫ് റൊട്ടേഷണൽ ലൈൻസ് ആണ്. അപ്പം ഒരു സ്പെക്ട്രൽ ലൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റംസ് ഫ്രം വൺ റൊട്ടേഷണൽ എനർജി ലെവൽ ചേഞ്ചസ് ടു അല്ലെങ്കിൽ ഇറ്റ് ജംപ്സ് ടു അനദർ റൊട്ടേഷണൽ ലെവൽ ഓർ ദ ആറ്റംസ് ചേഞ്ചസ് ദയർ റൊട്ടേഷണൽ എനർജി ലെവൽസ്. അതുകൊണ്ടാണ് നമുക്കൊരു സ്പെക്ട്രൽ ലൈന് കിട്ടുന്നത്. അപ്പോൾ ഈച്ച് എനർജി ലെവൽസ് ആർ ക്വാണ്ടൈസ്ഡ് ആണ്. സോ നമുക്ക് പറയാൻ പറ്റും അലൗഡ് ഈ ദീസ് എനർജി ലെവൽസ് നിയറസ്റ്റ് എനർജി ലെവൽസ്. ഇപ്പോൾ ഒരു സ്പെക്ട്രൽ ലൈന് വെദർ ഇറ്റ് ഈസ് പോസിബിൾ ഓർ നോട്ട് ദാറ്റ് വി ക്യാൻ ഓൾറെഡി പ്രഡിക്റ്റഡ് ബൈ യൂസിങ് ദ സെലക്ഷൻ റൂൾ. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ ജെ 1 ആയിട്ടുള്ള കേസേ പോസിബിൾ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഡെൽറ്റ ജെ +or -1.
പോസിബിൾ ആയിട്ടുള്ളത്. അതായത് ഒരിക്കലും നമുക്കൊരു 0-2 എന്ന് പറയുന്ന റൊട്ടേഷണൽ ട്രാൻസിഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്രൽ ലൈൻ ഒരിക്കലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു ഇൻറ്റൻസിറ്റി, ഒരു റൊട്ടേഷണൽ ലൈൻ എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് ഫസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൻ്റെ സെലക്ഷൻ റൂളാണ്. ദെൻ ആ ഒരു സെലക്ഷൻ റൂൾ വെച്ച് നമുക്കൊരു സ്പെക്ട്രൽ ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അല്ലെങ്കിൽ നമ്പർ ഓഫ് എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈമിനാണ് നമ്മൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ലെവലാണ്. ഒന്നാമത്തെ ഫാക്ടർ ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിൽ എത്രത്തോളം ഒരു എനർജി ലെവലിൽ മോളിക്യൂൾസ് ഉണ്ട്. കൂടുതൽ മോളിക്യൂൾസ് ഉള്ള എനർജി ലെവലിന് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രൽ ലൈന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരു ഫാക്ടർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീജനറസിയാണ്. ചില ലെവൽസ് ചില എനർജി ലെവൽസ് നമുക്ക് ഒരേ എനർജി വാല്യൂ വരുന്ന ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഡീജനറസി എന്ന് പറയുന്നത്. നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. Degeneracy means it is the number of energy levels with it is a number of energy levels having the same energy value. അതിനാണ് നമ്മൾ ഡീജനറസി പറയുന്നത്. ഡീജനറസിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസിൻ്റെ ഒരു ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പറയാറുണ്ട്. അതായത് അതിൻ്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ ഒരു മോളിക്യൂൾസിൻ്റെ കേസിൽ അതിൻ്റെ ഡീജനറസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഇൻറ്റൻസിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ. വെദർ ഇറ്റ് എക്സിസ്റ്റ് ഓർ നോട്ട് ദാറ്റ് ക്യാൻ ബി ഗവേൺഡ് ബൈ സെലക്ഷൻ റൂൾ ആൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിറ്റർമിൻസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈൻ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറലി അതിന് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 2J+1 എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുന്നുണ്ട്. 2J+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഡീജനറസിയാണ്. ആൻഡ് എപ്സിലോൺ e⁻⁻ ആണ്. ദാറ്റ് ഈസ് ദ ബോൾസ്മാൻസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. അപ്പം ബോൾസ്മാൻസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ നമുക്കിവിടെ ഈ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Nj ഈസ് പ്രൊപ്പോർഷണൽ ടു 2J+1 ഇൻറ്റു e⁻⁻ ആണ്. Ej എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി ഇൻ ജൂളാണ്. സോ ഇറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു B ഇൻറ്റു HC. നമുക്ക് HC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു J+1. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. -BHC ഇൻറ്റു J+1 സോ അവിടെ ഈ എപ്സിലോൺ Ej എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H/8π² IC ഇൻറ്റു അഗെയിൻ HC കൊണ്ടും കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. C ആൻഡ് C ക്യാൻസൽസ്. സോ H² വിൽ ബി ദർ. H²/8π² I ഇൻറ്റു J+1. അതിൽ B വാല്യൂ നമുക്കറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു H/8π² IC എന്ന് പറയുന്ന വാല്യൂ. സോ Njക്ക് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് Nj ഈസ് പ്രൊപ്പോർഷണൽ ടു 2J+1 ഇൻറ്റു e⁻⁻BHC ഇൻറ്റു J+1 ആണ്. അപ്പോൾ നമുക്ക് ഈ സപ്പോസ് വി പ്ലോട്ട് Nj അഗെയിൻസ്റ്റ് J നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രാഫിൽ. അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പോണൻഷ്യൽ ഡിപ്പെൻഡൻസ് ഒക്കെ വന്നുകൊണ്ട് ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. So we can see from the graph that at a particular value of J, Nj becomes maximum for a particular value of J എന്ന് പറയാൻ പറ്റും. So maximum population means maximum intensity. So ഒരു പെർട്ടിക്കുലർ J വാല്യൂയിലാണ് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് വരുന്നത്, അല്ലെങ്കിൽ മാക്സിമം ഇൻറ്റൻസിറ്റി ഒബ്റ്റെയിൻ ചെയ്യുന്നത് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസിലാണ്. മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ യൂഷ്വലി എക്സ്പെക്റ്റ് ചെയ്യുക ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ പോലും അത് കുറേ ഫാക്ടേഴ്സിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിന് നമുക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 0-ലല്ല മാക്സിമം വരുന്നത്, ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ജെയിലാണത് മാക്സിമം വരുന്നത്. അപ്പോൾ ആ ഒരു മാക്സിമം വാല്യൂ ഓഫ് ജെ വി ക്യാൻ ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഇതിൽ ടു ഗെറ്റ് ദ ജെ വാല്യൂ കറസ്പോണ്ടിങ് ടു മാക്സിമം Nj നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഈ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഗ്രാഫിൽ നിന്ന് നമുക്കതിൻ്റെ മാക്സിമം വാല്യൂ കാണണമെങ്കിൽ അതിൻ്റെ dNj/dj ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജെ വാല്യൂ ഇറ്റ് വിൽ ബി ദ മാക്സിമം ജെ വാല്യൂ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ Nj എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഒരു ഈക്വൽ ടു സൈൻ എഴുതിയിട്ട് വി ക്യാൻ പുട്ട് ദ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആസ് A. സോ Nj ഈസ് ഈക്വൽ ടു A ഇൻറ്റു 2J+1 ഇൻറ്റു e⁻⁻
ഡി ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് വൺ. നമ്മളവിടെ ആ ഒരു ബാക്കി വരുന്ന ഫാക്ടേഴ്സ് ഈ BHC/KT എന്ന് പറയുന്ന ഫാക്ടേഴ്സിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഡി എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് NJയുടെ എക്സ്പ്രഷൻ. ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത വാല്യൂ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, ജെൻ്റെ ജെ മാക്സ് വാല്യൂ ആയിരിക്കും. സോ ആ ഒരു വാല്യൂ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും NJ is given as a into 2j plus 1 into e raised to minus d into j plus 1 ആണ്. d is nothing but BHC divided by KT ആണ്. സോ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് DNJ divided by DJ. സോ a is a constant നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ഈ രണ്ട് ഫാക്ടേഴ്സിനെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ 2j plus 1 ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ആണ്. ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ e raised to ഡിഫറൻഷ്യൽ e raised to തന്നെ e raised to minus dj into j plus 1. ദെൻ e raised to ഫാക്ടർ വരുന്ന ക്വാണ്ടിറ്റി ഇവിടെ നമുക്ക് വരുന്നത് മൈനസ് ഡി ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് വണ്ണിനെ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജെ സ്ക്വയർ പ്ലസ് ജെ എന്ന് കിട്ടും. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 2j plus 1. സോ ഫസ്റ്റ് ടേം ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ദെൻ പ്ലസ് ദെൻ സെക്കൻഡ് ടേം അതുപോലെ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഡി ഇൻറ്റു ജെ പ്ലസ് 1 ഇൻറ്റു 2 ഇല്ല. ദെൻ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ഡി ജെ ഇൻറ്റു ജെ പ്ലസ് 1 ആണ്. ഈ സെക്കൻഡ് ടേമിൻ്റെ ദെൻ ഫസ്റ്റ് ടേമിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ 2, അതിന് നമ്മൾ ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മൾ ഇതിന്ന് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ജെ ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എ രണ്ട് ടേമിൽ വന്ന് എ നമുക്ക് രണ്ട് ടേമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടുന്നത് മൈനസ് എ ഇൻറ്റു ഡി വരുന്നുണ്ട്. എ ഇൻറ്റു ഡി 2j plus 1 സോ 2j plus 1 ഹോൾ സ്ക്വയർ വന്നു. എക്സ്പോണൻഷ്യൽ ഫാക്ടറും വന്നിട്ടുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് ടേമിൻ്റെ ഒരു എക്സ്പാൻഡഡ് ഫോം. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 2a ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഡി ജെ ഇൻറ്റു ജെ പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഇതിൽ കോമൺ ഫാക്ടർ ഇ റേസ് ടു കോമൺ ഫാക്ടറാണ്, എ ഈസ് കോമൺ ആണ്, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ടേമിൽ റിമൈനിങ് വരുന്നത് ഡി ഇൻറ്റു 2j plus 1 ഹോൾ സ്ക്വയർ ആണ്. ഹിയർ മൈനസ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു മൈനസ് വരും. നമ്മൾ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സോ ദാറ്റ് രണ്ട് മൈനസും കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ഡി ഇൻറ്റു 2j plus 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് എഴുതാൻ പറ്റും. സോ ദാറ്റ് 2j plus 1 ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 2/d എന്ന് എഴുതാം. സോ 2j plus 1 വിൽ ബി റൂട്ട് ഓഫ് ദിസ് 2/d. സോ 2j വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2/d മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഡിവൈഡഡ് ബൈ 2 ആണ്. റൂട്ട് ഓഫ് 2/d മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇപ്പോൾ 2 നമുക്ക് ഈ റൂട്ടിൻ്റെ ഫസ്റ്റ് ടേമിന് എടുക്കുമ്പോൾ അത് റൂട്ട് ഓഫ് 4 ആയിട്ട് എഴുതാൻ പറ്റും. സോ ഫസ്റ്റ് ടേം ബിക്കം റൂട്ട് ഓഫ് 2/d ഇൻറ്റു 4 എന്ന് വരും. സെക്കൻഡ് ടേം മൈനസ് 1/2 വരും. സോ ഈ ഒരു റൂട്ടിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2ഉം 4ഉം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 1/2d എന്ന് കിട്ടും. റൂട്ട് ഓഫ് 1/2d മൈനസ് ഹാഫ് എന്ന് വരും. സോ ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് BHC ഡിവൈഡഡ് ബൈ KT ആണ്. സോ 1/d ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇറ്റ് വിൽ ബി KT ഡിവൈഡഡ് ബൈ BHC. So the total expression becomes J value, the maximum value of J max. J can be represented as J max. It is equal to root of KT divided by 2HCB minus half. So this equation you can use for finding the maximum value of J corresponding to the maximum intensity. So it is the J value for which provides the maximum value of intensity. So transition from this level will give you the maximum intensity. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട്. പ്രോബ്ലം ചോദിക്കുമ്പോൾ നമുക്ക് ചില കേസിൽ നമ്മൾ എക്സാക്ട് വാല്യൂസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജെൻ്റെ വാല്യൂ ചിലപ്പം നമുക്ക് അതൊരു ജെ വാല്യൂ നിങ്ങൾക്കറിയാം ഇറ്റ് ക്യാൻ ഹാവ് വാല്യൂ 0, 1, 2 എന്നുള്ള വാല്യൂസാണ് വരേണ്ടത്. അതായത് ഇൻറ്റീജർ വാല്യൂസ് വരണം. ചില കേസിൽ നമുക്ക് പോയിൻറ്റ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് ദ വാല്യൂ ടു ദ നിയറസ്റ്റ് ഇൻറ്റീജർ വാല്യൂ.